ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഹോട്ട് ചോക്ലേറ്റ് ആട്ടോ. അപ്പം ഹോട്ട് ചോക്ലേറ്റ് ഉണ്ടാക്കാൻ വേറെ 2 മിനിറ്റ് മതി. നമുക്കിത് പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യം തന്നെ ഞാൻ ഒരു പാത്രത്തിലേക്ക് 1.5 ഗ്ലാസ് പാലെടുത്തിട്ടുണ്ട്. നമുക്കിത് ചൂടാക്കി എടുക്കാനാട്ടോ. പാല് തിളപ്പിക്കാത്ത പാലാട്ടോ ഇത്. അപ്പോൾ 1.5 ഗ്ലാസ് പാലെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഞാനാണെങ്കിൽ 1 സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം 1 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര ഓപ്ഷനിലാണ്, പക്ഷേ എനിക്ക് ഇച്ചിരി മധുരം വേണമുകൊണ്ട് ഞാൻ പഞ്ചസാര ചേർത്ത് കൊടുത്തു. ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പാല് തിളച്ച് വരട്ടെ. പഞ്ചസാരയൊക്കെ അരിഞ്ഞിട്ട് പാല് തിളച്ച് വരട്ടെ. അതുവരെ നമുക്കിത് ഇളക്കിക്കൊണ്ടിരിക്കാം. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിടുന്നുണ്ട് കേട്ടോ. ഡാർക്ക് ചോക്ലേറ്റ് അല്ല, മിൽക്ക് ചോക്ലേറ്റ്. നിങ്ങൾക്ക് ചോക്ലേറ്റ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ചോക്ലേറ്റ് ഇല്ലെങ്കിലും ഒരു കുഴപ്പമില്ല. ഞാൻ ഇപ്പോൾ ഇച്ചിരിയും കൂടി ടേസ്റ്റിനായിട്ട് കുറച്ച് മിൽക്ക് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതും കൂടി ഒന്ന് മെൽറ്റായി കിട്ടട്ടെ കേട്ടോ. എന്നിട്ട് പാലിലൊന്ന് അലിഞ്ഞ് കിട്ടട്ടെ. ഇനി നമുക്ക് ഹോട്ട് ചോക്ലേറ്റ് ഡ്രിങ്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡ്രിങ്കൊക്കെ കഴിക്കാൻ തോന്നുമ്പം കഴിക്കാൻ പറ്റിയൊരു അടിപൊളി ഡ്രിങ്ക് ആട്ടോ. അപ്പം നമുക്കിത് ചോക്ലേറ്റും കൂടി ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഇനി ഞാനിതിൽ മെയിനായിട്ട് ചേർക്കുന്നത് ഹോട്ട് ചോക്ലേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് കാഡ്ബറിയുടെ മേടിക്കാൻ കിട്ടും. ഇതിന് വെറും 15 രൂപയൊക്കെ ഉള്ളൂ. ഇതെല്ലായിടത്തും തന്നെ അവൈലബിൾ ആണിപ്പം. ഹോട്ട് ചോക്ലേറ്റ് എന്നും പറഞ്ഞ് കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതില്ലാതെയും ചെയ്യാൻ പറ്റും, പക്ഷെ അത് വേറെ മെത്തേഡാട്ടോ. ഞാനിപ്പോൾ ഇത് വെച്ചാണ് കാണിക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിലെ കട്ടകളൊക്കെ പോകാൻ വേണ്ടിയിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ അത് ചൂടായി വന്നപ്പോഴത്തേക്കും അത് ഇളകി മിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഹോട്ട് ചോക്ലേറ്റ് റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ ഇച്ചിരി ലൂസായിട്ടായിരിക്കും, പക്ഷെ നമ്മളിത് ഗ്ലാസ്സിൽ ഒഴിച്ചിട്ട് കുറച്ച് നേരം കഴിയുമ്പം അത്യാവശ്യം തിക്കാവും കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് സെർവ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇത്രയും ചൂടോടുകൂടി കഴിക്കാൻ പറ്റുമെങ്കിൽ കഴിക്കാം, അല്ലെങ്കിൽ ചെറിയൊരു മീഡിയം ചൂടോടുകൂടി കഴിക്കുമ്പോഴായിരിക്കും ടേസ്റ്റ്. തണുത്ത് കഴിഞ്ഞാലും കുഴപ്പമില്ല, പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടത് മീഡിയം ചൂടായിട്ട് കഴിക്കുന്ന കേട്ടോ. അതാണ് ഹോട്ട് ചോക്ലേറ്റ് എന്ന് പറയുന്നത്. ഞാൻ കുറച്ച് ചോക്ലേറ്റ് ചിപ്സ് ഇതിന് മുകളിൽ ഇട്ടായിരുന്നു, പക്ഷേ അത് പൊങ്ങിക്കിടന്നില്ല, താന്നു പോയി. കാരണം ഇതിന് അത്യാവശ്യം ചൂടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഹോട്ട് ചോക്ലേറ്റ് ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് ഇൻസ്റ്റൻ്റ് ആയിട്ട് നമ്മളിത് ഉണ്ടാക്കിയെടുത്തു. അപ്പം ഇതൊരു ചെറിയ വീഡിയോ ആണ്. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളിത് ട്രൈ ചെയ്ത ശേഷം കമൻറ്റ് അറിയിക്കുക.